എല്ലാ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുന്ന കേരളം, പ്രേയിങ് കേരള. ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞങ്ങളെല്ലാ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. We welcome everyone to join us for another hour of prayer, praise and worship. Bible says there is joy in the presence of the Lord. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. Let's lift his name, the name that's higher than any other name. ആഴ്ചയുടെ അവസാന ദിവസത്തിൽ 2 കരങ്ങളും ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആഴ്ചയുടെ ആരംഭം മുതൽ നമ്മെ പരിപാലിച്ച ഈ യേശു എത്ര നല്ലവൻ, ഈ യേശു എത്ര വലിയവൻ. ബൈബിൾ പറയുന്നു ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല.
There's nothing impossible with God. ഞങ്ങളോടൊപ്പം ചേർന്ന് let's all worship His holy name. Let's all worship His holy name. Hallelujah. Lord, we sing hallelujah to you. Hallelujah. Hallelujah. യെശയ്യാ പ്രവചനം 54:10 നാം ഇങ്ങനെ വായിക്കുന്നു. For the mountains shall depart and the hills be removed, but my kindness shall not depart from you, nor shall my covenant of peace be removed, says the Lord who has mercy on you. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളവരെ, ഞാൻ നിന്റെ കല്ല് അജ്ഞനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം വിടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളൊക്കെയും മനോഹരമായ കല്ലും കൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡിതനോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കുശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ 54:17 നാം ഇങ്ങനെ വായിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. Isaiah 54:17 we read, no weapons formed against you shall prosper. എത്ര സന്തോഷം തരുന്ന ഉറപ്പ് നൽകുന്ന ദൈവത്തിന്റെ വചനമാണ് കർത്താവിന്റെ മകൾ നമുക്ക് നൽകി തരുന്നത്. യെശയ്യാ 54 book of Isaiah chapter 54:13 says, all your children shall be taught by the Lord, and great shall be the peace of your children, just you shall be established. Unlike the previous days, I tell you, these are the days God wants to establish your life in His righteousness. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ദൈവം ഈ നാളുകളിൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ദൈവത്തിന്റെ നീതിയിൽ. ബൈബിൾ പറയുന്നു, and all your children shall be taught by the Lord. 13ാമത്തെ വാക്യം, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടുന്നു. നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, ഈ അവസാന ദിവസത്തിൽ നിൽക്കുമ്പോൾ ഈ വാക്യം ഞങ്ങളോട് ചേർന്ന് ഏറ്റു പറഞ്ഞാട്ട് ഈ പാട്ടും ആരാധനയും അത് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 54-ാം അധ്യായം ഇന്ന് തന്നെ കഴിയുമെങ്കിൽ എടുത്ത് വായിക്കണം. 13ാമത്തെ വാക്യം, all your children shall be taught by the Lord, and great shall be the peace of your children. വായിച്ചാട്ടൊന്നോടെ, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. 15ാമത്തെ വാക്യം, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്റെ കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. അടുത്ത വാക്യം, തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. 17ാം വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. No weapon formed against you shall prosper. Hallelujah. യെശയ്യാ 54:10 ഇന്ന് നമുക്ക് മനപ്പാഠമാക്കണം. പർവ്വതങ്ങൾ മാറിപ്പോകും,
കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. എന്നോട് എല്ലാവരും കഴിയുമെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ആവർത്തിച്ചെന്ന് പറഞ്ഞ് പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ സമാധാന നിയമം എന്നെ വിട്ട് നീങ്ങിപ്പോവുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പാസ്റ്റർ ഒന്നുകൂടെ വായിക്കുമോ? 10ാമത്തെ വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അവിടുത്തെ സമാധാനം നമ്മെ വിട്ടു മാറുകയില്ല. പെരുവെള്ളങ്ങൾ, ആഴമേറിയ ജീവിതാനുഭവങ്ങൾ, ദീർഘമായ മുറിവുകൾ, ക്ഷമിക്കാവുന്നതും ക്ഷമിക്കപ്പെടാൻ കഴിയാത്തതുമായ ആഴമേറിയ ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങൾ, തള്ളപ്പെട്ട അനുഭവങ്ങൾ, being rejected and dejected by everyone. But I tell you, there is somebody who will stand with you, and his name is Jesus. മാർവിൽ കരം വെച്ച് ചേർന്ന് ഞങ്ങളോട് ചേർന്ന് മീന പ്രതാപ് ഉള്ളൂരെന്ന് വിളിച്ചിരുന്നു. 9 വർഷം മുമ്പ് ആ വ്യക്തിക്ക് ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു, യൂട്രസിലായിട്ട് അത് ഉണ്ടോ എന്നറിയാനായിട്ട് ബയോപ്സി ടെസ്റ്റ് ചെയ്തു. പക്ഷേ ആ സഹോദരി ഭയങ്കര വിഷമത്തോടെ, ഭയങ്കര ഭയത്തോടെ റിസൾട്ട് വന്നു. ാണ് കർത്താവ് സൗഖ്യം. അത്ഭുതകരമായ സൗഖ്യം. 9 വർഷമായി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തിക്ക് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഈ യേശു എത്ര നല്ലവൻ. വത്സമ്മ പുളിയൻകീടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അവർക്കൊരു ലോണിന്റെ ബാധ്യത ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ആകെ സമാധാനമില്ലാതെ ഇരുന്ന അവസ്ഥയിലാണ് പ്രേയറിലേക്ക് വിളിച്ചത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസത്തെ കാലാവധി നീട്ടിക്കൊടുത്തു. മാത്രമല്ല ആ തുകയിൽ നിന്ന് 8000 രൂപയും കൂടെ കുറച്ചു കൊടുത്തു. കടവിളച്ചു തരുന്ന, കടത്തെ ക്യാൻസർ ചെയ്യുന്ന റിനു അടുത്ത പ്രൈസ് റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് കുടുംബങ്ങളിൽ ഒത്തിരി വർഷങ്ങളായി, തലമുറകളായി സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ട്രക്ചർ പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കടത്തിന്റെ ചില ഘടനകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായിട്ട് ഒരു ആലോചന നൽകി തന്ന കടത്തിന്റെ സ്ട്രക്ചറുകൾ, debt structures. God wants to abolish the debt structure from your life. കടത്തിന്റെ ആ ഘടനയിൽ നിന്ന്, കടത്തിന്റെ ആ കെട്ടിൽ നിന്ന്, കടത്തിന്റെ ആ അമർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പല നാളുകളായി ജീവിതത്തിലുള്ളത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, കർത്താവ് താങ്കൾക്ക്, താങ്കളുടെ കുടുംബത്തിന് ആ വിഷയത്തിന് മേൽ സ്വാതന്ത്ര്യം നൽകാൻ പോകും. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് നൽകാൻ പോകുക. അടുത്ത പ്രൈസ് റിപ്പോർട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിനകത്ത്, വ്യക്തികളിൽ, തലമുറകളിൽ, മുൻ തലമുറകളിൽ കടത്തിൻ്റെ മുഖം, കടം എവിടെയും കടം, ഇല്ലായ്മ, ദാരിദ്ര്യം. ബൈബിൾ പറയുന്നു, ദാരിദ്ര്യത്തിന്റെ കോലിനെ ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് ഒടിച്ചു കളയാം. മീതെ ആകാശം സ്വർഗത്തിലെ ദൈവം തുറക്കും. ഇന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം എടുത്ത് വായിക്കുന്ന 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായി കാണുന്ന ഒരു വാക്യമാണ്, മീതെ ആകാശം തുറന്നിരിക്കും. കർത്താവ് തുറക്കും. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് പെയ്യുന്ന മഴ ഓരോരുത്തരുടെയും തലമേൽ പതിക്കട്ടെ, ഓരോരുത്തരുടെയും കുടുംബത്തിൽ പതിക്കട്ടെ. Everyone, Lord, I pray that each one joining us in prayer, that the heaven above their lives will be opened right now in Jesus' name. അവരുടെ തലമീതെയുള്ള ആകാശം ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് തുറക്കപ്പെടട്ടെ. That every dew and rain from heaven
fall on their heads, Lord. അവരുടെ തലമേൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഴ പെയ്യട്ടെ. ആശിഷ മാരിയാൽ അവർ നിറയപ്പെടട്ടെ. ദൈവിക സമൃദ്ധിയാൽ അവർ നിറയപ്പെടട്ടെ. ദാരിദ്ര്യത്തിന്റെ കോലിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഉടച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, യേശു തന്ന സമൃദ്ധി, യേശു തരുന്ന സാമ്പത്തിക വിടുതലിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്ന ആഗ്രഹമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ച് മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. യേശു അത് ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അവർക്കൊരു ടയർ കട നടത്തുമായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോഴത് അവർ വാടകയ്ക്ക് കൊടുത്തതിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ ആരും അത് ഏറ്റെടുക്കാൻ വന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് പ്രേം കേരളയിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ ഒരാളത് ഏറ്റെടുത്ത് നടത്താൻ ദൈവം എല്ലാത്തിനും മതിയായവര്. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യം ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന വിവരങ്ങൾ വിളിച്ചു പറയുക. 100 കണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ അവയ്ക്കായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയട്ടെ, യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് അടുത്ത നിമിഷങ്ങൾ ആരാധന മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തല മുതൽ സൗഖ്യമില്ലാതിരിക്കുന്ന ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇപ്പോൾ തന്നെ ഒന്നുകിൽ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുക, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രേം കേരളയിൽ എല്ലാ ദൈവത്തിന്റെ മക്കളും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ആത്മാവ് മാറട്ടെ. തല മുതൽ പാദം വരെ അകത്തും പുറത്തും അവർ ഏത് പീഡയിലൂടെ കടന്നു പോകുന്നെങ്കിലും, ഏത് ക്ലേശത്തിലൂടെ പോകുന്നെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രി പ്രിയപ്പെട്ടവരുടെ ഉറക്കത്തെ കെടുത്തിയ ശക്തികളെ, രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പണിസ്ഥലത്ത് നിന്ന് നട്ടലിന് പരിക്ക് പറ്റി. അമ്മ ഐഷ കൈയുടെ ജോയിന്റിനെ എല്ല് വളരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വകങ്കരം അവരെ നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കളത്തിപ്പടയിൽ നിന്ന് സുസിലി മാത്യു വിളിച്ചിരിക്കുന്നു. മകൾ ഷീബ ശരീരം മുഴുവൻ അതിഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ സഹോദരന്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 15 വർഷമായി മക്കളില്ല. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി കൊടുക്കുന്ന ദൈവശക്തി ഇപ്പോൾ തന്നെ മക്കളിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടുത്ത വർഷം ഒരു പൈതലിനെ അണയ്ക്കുവാൻ ദൈവർക്ക് ഭാഗ്യം കൊടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. സർട്ടിഫിക്കറ്റ് ശരിയാകുവാൻ വേണ്ടി കാട്ടാക്കടയിൽ നിന്ന് അഖിൽ എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വിഷയത്തിന്റെ മേൽ നിന്റെ കരം നീട്ടും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നു. മൂത്ത മകന് ജോലി വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകളാൽ തന്റെ കുടുംബത്തെ നിറയ്ക്കണം കർത്താവേ. ആ രോഗബന്ധനങ്ങളാൽ കർത്താവേ, അതിന്റെ കുഞ്ഞുങ്ങളുടെ ശരീരാത്മദേഹിച്ച് പുറത്തു പോകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, തന്റെ മകന് ഒരു ജോലി ലഭിക്കാൻ ഒരു വഴിയായി ദൈവത്തിന്റെ കർത്താവെ കരമോട് വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. വയറിന്റെ താഴെ തടിപ്പ്, ഫ്രൈഡേ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണം. തിരുവനന്തപുരത്ത് മെറ്റിൽഡ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അവളുടെ മേൽ ഇറങ്ങട്ടെ. അവിടുന്ന് പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാട്ടാക്കട നൂച്ചി എന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഉഷയുടെ കാലിന്റെ അടിയിൽ ഭയങ്കരമായ വേദനയുണ്ട്. അതുപോലെ തന്നെ വയറുവേദനയാണ്. കഴിഞ്ഞ ദിവസം ഉഷ വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഓർമ്മ കുറവും കാലിന് തരിപ്പ്, അത് മാറേണ്ടതിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. അവർ പറയുന്നതിനാണ് പ്രേം കേരളയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും കർത്താവ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, അനേകര് ഈ പ്രേം കേരളയോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും യേശു മറുപടി നൽകിക്കൊണ്ടിരിക്കും. നമുക്ക് ഒന്നിച്ച് ഈ ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാലിൻ്റെ അടിയിലുള്ള വേദന, വയറുവേദന, അത് പരിപൂർണമായും സൗഖ്യമാക്കുവാൻ.
ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഉഷയുടെ മാതാവിനെ അങ്ങ് കൊടുത്ത നല്ല സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കടിപ്പിടിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ആ സഹോദരിയുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം മാളിമേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വയലറ്റ് മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന മകൻ വിവേക് BSc നഴ്സിംഗിന് പഠിക്കുന്നു. ഇടത് കൈയുടെ ജോയിന്റിന് വേദന. മകൻ കർത്താവിന്റെ വേലയിൽ വരണം. കർത്താവെ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പഠിക്കുമ്പോൾ കർത്താവെ ദൈവസ്ഥാനത്തെ അവന്റെ കൂടെ ഇരുന്നാട്ടപ്പച്ച ഹല്ലേലൂയ. പഠിത്തത് നഴ്സിംഗ് കർത്താവ് ഒരു ഉയർന്ന വിജയം നീ കൊടുത്താട്ട് അവരുടെ കയ്യിലെ ആ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. മയിലക്കരയിൽ നിന്നും ലത എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. അമ്മ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു, രക്തത്തിനകത്ത് കൗണ്ട് കുറയുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ദൈവകരം അവളുടെ മേൽ ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷൈലു കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കിണറ്റിൽ വെള്ളമില്ല. കർത്താവെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിണറ്റിൽ വെള്ളമില്ലാതെ ഭാരപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കിണറ്റിലെ ഉറവുകളെ ഞങ്ങൾ തുറന്നു വിടുന്നു. കർത്താവെ ഹല്ലേലൂയ. സമൃദ്ധമായ വെള്ളം കർത്താവെ ആ കിണറ്റിലേക്ക് വരണ്ട. പക്ഷേ കർത്താവ് അങ്ങനെ ചെയ്ത പ്രകാശ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. 20 ദിവസമായി കിഡ്നി പ്രോബ്ലത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഡയാലിസിസ് നടക്കുന്നു. കാട്ടാക്കടയിൽ നിന്നും അനിത എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. മകൻ സജിത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ മകന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന കരം അവന്റെ മേൽ ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വപ്ന ഉറിയോടെന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരൻ വിക്ടർ പനി TB ആൽ ഭാരപ്പെടുന്നു. കർത്താവെ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മാലിന് മേലൊന്ന് വെച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾ മേലെ ഒരു പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കുറേക്കായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ലയിൽ നിന്നും മിഥുല എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. മൂത്ത മകളുടെ ബിസിനസ് തകർച്ചയിലാണ്. മകൻ റോഹിഷിന്റെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇളയ മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ബിസിനസിന്റെ തകർച്ച മാറട്ടെ, മക്കളുടെ പഠനം അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് ജോയ് എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നത്. മകൻ റിജിന് ബിടെക്കിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ റോജിൻ IELTSന്റെ എക്സാം നടക്കുന്ന പോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ ആ കുടുംബം കടന്നു പോകുന്നു. അനേകർ ഇവിടേക്ക് വിളിക്കുന്നു. ഇന്ന് ആയിട്ട് IELTSന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാണ്ട് വിദ്യമായി വിളിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. IELTS എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ഇരിക്കണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടാകുന്നതിനായി നമുക്ക് ഒന്നിച്ച് ഈ പ്രാർത്ഥിക്കാം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മേൽ ദൈവത്തിന്റെ പരിപാലനം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുമ്പോൾ തിരു സാന്നിധ്യം കൂടെ കടന്നു ചെല്ലണം. അവർ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ, ഇന്റർവ്യൂവിൽ എല്ലാത്തിന്മേലും കർത്താവേ നിന്റെ കൃപ കൂടിയിരുന്നു ഉന്നതമായ വിജയം നീ അവർക്ക് നൽകി കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ റോജിനായി പ്രാർത്ഥിക്കുന്നു. സിജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. മകൾ സുനി ബാംഗ്ലൂരിൽ നല്ല ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മൈദിന് നല്ലൊരു ജോലി ലഭിക്കാൻ ഇടയാകട്ടെ. യേശുവിനാകുന്ന വഴി അവിടുന്ന് തുറന്നു കൊടുത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആലീസ് കുട്ടമ്പലം നിന്ന് വിളിച്ചിരിക്കുന്നു. നാട് വിട്ടുപോയ ഭർത്താവ് തിരികെ വന്ന. കർത്താവെ, ഞങ്ങൾ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവെ, അവന്റെ കർത്താവ് വീട്ടിലോട്ട് തിരിച്ചു വരണം. കർത്താവെ, അവന്റെ മനസ്സിനെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം, ഓ ജീസസ് കർത്താവെ നല്ല ചിന്തകളാൽ നിറച്ചാട്ട് എത്രയും വേദന കർത്താവെ നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കുറേക്കായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്കൂളിൽ പഠിക്കുന്നു. 100% മാർക്ക് വേണം. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിന്റെ നല്ല താല്പര്യത്തെ കർത്താവ് മാനിക്കുമാറാകണം. ദൈവശക്തിയാൽ കുഞ്ഞിനെ നിറയ്ക്കണം. അത്ഭുതം കാണുവാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അന്നമ്മ വാങ്ങാനത്തൊന്ന് വിളിച്ചിരിക്കുന്ന മകൾ ബീന നഴ്സിംഗ് കേരള രജിസ്ട്രേഷൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു. കർത്താവെ, ആ എക്സാം തയ്യാറെടുക്കുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു വീഴ്ച എക്സാമിന് കൊടുത്താട്ട പറ്റാം. അവരുടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദീപ് എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്ന സാമ്പത്തികമായി അനേകം പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ പ്രാർത്ഥിച്ചു. KSFൽ ചെട്ടി വീണു. അവർക്ക് ആ ലോണൊക്കെ അടയ്ക്കുവാൻ ദൈവം സഹായിച്ചു. അതിന് പ്രാർത്ഥിക്കുന്ന കേരളത്തോളം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഭർത്താവിന് AMBയിൽ നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂത്തമാന് ജോൺസിന് വേദനയാണ്. 2 മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കേണ്ടി പ്രാർത്ഥിക്കേണ്ടി പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാമ്പത്തികം കൊടുത്ത വലിയ വിടുതലിനായി
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ ഹസ്ബൻഡിന് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസിന്റെ വേദനകളെ അങ്ങ് സൗഖ്യമാക്കണം. രണ്ട് മക്കളെ വിദ്യാഭ്യാസം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളായി അവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മ ചെന്നൈയിൽ നിന്ന് ചിന്നമ്മ വിളിച്ചിരിക്കുന്നത് വയറ്റിൽ ക്യാൻസറിനാൽ പ്രിയ മാതാവ് ഭാരപ്പെടുന്നു, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ, ആ മാതാവിന്റെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. ക്യാൻസറിന്റെ സകല അണുക്കളും ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. യേശുവിന്റെ ജീവനും സമൃദ്ധിയായ ജീവനും ആ മാതാവിന്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ബന്ധിരുവിൽ വിളിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട യുവാവുമായി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വന്നിരിക്കുന്ന ആലോചന ഓർത്തഡോക്സ് ആണ്. കർത്താവേ, ആ മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആഗ്രഹത്തെ അങ്ങൊന്ന് മാനിച്ചാട്ട് കർത്താവേ, കർത്താവിനെ അറിയുന്ന ഒരു മകനുമായി കർത്താവേ അവളുടെ വിവാഹം നടക്കട്ടെ. അതിനുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തു കൊടുത്താട്ട് പ്രാർത്ഥനയുടെ പ്രകാശ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. മകന്റെ മക്കൾ നന്നായി പഠിക്കണം. മക്കളുടെ മക്കൾക്ക് ഇടയ്ക്കിടെ പനി വരുന്നു. എറണാകുളത്ത് നിന്നും കെസിയ എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ പഠനം അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട എല്ലാം കർത്താവെ നന്നായി നടപ്പാൻ തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹേമലത നെയ്യാറ്റിങ്കര എന്ന് വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കൊടുക്കാതിരുന്ന പാസ്പോർട്ട് അറബി തിരികെ കൊടുത്തു. പൈസ കിട്ടുവാനും ടിക്കറ്റ് എടുക്കുവാനും പ്രാർത്ഥിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസം, ആ കുടുംബത്തിന് ഓരോ വിഷയത്തിനു വേണ്ടി വീണ്ടും അങ്ങയുടെ കരം നീട്ടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചൊല്ലുന്നു യേശുവിന്റെ നാമത്തിൽ. ജൂലിയുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല റിസൾട്ട് കിട്ടി. ബൈജു അയർലൻഡിൽ നിന്നാണ് ഇപ്പോൾ ടെലഫോണിൽ വന്ന് നമ്മോട് ഈ വിവരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് പാസ്റ്ററെ. പ്രമോദ്, മോഹം എല്ലാം നല്ലതായിട്ട് ഉറങ്ങിയിരിക്കുന്നല്ലോ പാസ്റ്ററെ. നമ്മുടെ ഇന്നലെ സേലത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട യാത്രയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുമായിരുന്നു. അവിടെ കർത്താവിന്റെ ദാസനെ അതിശക്തമായി അവിടെ കർത്താവ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നാളെ നമുക്ക് നാളെ 26th കുട്ടികളുടെ സ്പെഷ്യൽ പ്രോഗ്രാം വരികയാണ്. അക്കാഡമിയ ബ്രെയിൻ കേരളയുടെ വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. അധ്യാപകർക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം സെമിനാറുകൾ, ചർച്ചകൾ. വളരെ ശ്രേഷ്ഠരായ ആളുകൾ നമ്മോടൊപ്പം ആ ചർച്ചകളിൽ പങ്കുചേരുന്നതായിരിക്കും. മക്കളുമായി, കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ബ്രെയിൻ കേരള എന്ന കുടുംബം താങ്കളെ കുടുംബമായി ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിൽ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ യൗവനക്കാരുടെ കുട്ടികളുടെ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മീറ്റിംഗ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ 7 മണി കഴിഞ്ഞുള്ള സമയത്ത് വിളിച്ച് അത് പറയാവുന്നതാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 28-ാം തീയതി നമ്മുടെ 100ാമത്തെ ഈ ആരാധനയുടെ 100ാമത്തെ ദിവസത്തേക്ക് ആൾക്ക് കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കടന്നു വരാവുന്നതാണ്. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, മലയൻകീഴ്. വേഗം പറഞ്ഞാണ്. ഹലോ പറഞ്ഞാട്ട് വേഗം. 5 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിനെ പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. 10 മിനിറ്റ് ഉറങ്ങും, പിന്നെ ഞെട്ടി ഉണരും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അല്ലാത്ത ദിവസം വീണ്ടും ഇത് തന്നെ സ്ഥിതി. ജനിച്ച നാൾ തൊട്ടേ ഇത് തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. 5 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് 10 മിനിറ്റ് ഉറങ്ങുമ്പോഴേ അത് വീണ്ടും ഞെട്ടി ഉണരുക. പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിന് കുഴപ്പവുമില്ല. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നവർ,
ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവർ, മരുന്ന് കഴിച്ചാലൊന്നും അതൊന്നും മാറത്തില്ല. യേശു വിടുവിച്ചാലേ അതിനകത്ത് വിമോചനമുള്ളൂ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽ യേശു അഭിഷേകം നിങ്ങളുടെ കുഞ്ഞിനെ വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അതിനെ അലട്ടുന്ന സകല പൈശാചിക ശക്തികളോട് എന്നേക്കുമായി അതിനെ വിട്ടുമാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഉറങ്ങേണ്ട സമയത്ത് ആളുകളുടെ ഉറക്കത്തെ തടയുന്ന ശക്തികൾ, ദുർസ്വപ്നങ്ങൾ, ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ ഉളവാക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ജനജീവിതം സ്വൈര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും വർഷമായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വിദ്യാഭ്യാസ മണ്ഡലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു തുറന്ന സ്വർഗത്തിൽ കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവിക മഹത്വം വെളിപ്പെടുത്തുവാനിടയാക്കണം. യേശുവിന്റെ നാമത്തിൽ. ബിടെക്കിന്റെ എക്സാം നടക്കുന്നു. കോട്ടയത്ത് നിന്നും മനു എന്നൊരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ജ്ഞാനത്താൽ അവൻ നിറയപ്പെട്ടിട്ട് നന്നായി എക്സാം എഴുതുവാൻ നീ സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. മകന്റെ നാളത്തെ ഇന്റർവ്യൂ പാസ്സാകണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് നിന്റെ മകന്റെ വായോടുകൂടെ തിരുസാന്നിധ്യം ഇരിക്കണം. ദൈവിക അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് വീണ്ടും ഒരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ആ പറഞ്ഞാണ്ട്. ഞാൻ സുരേഷ് ജോൺ ആണ്. സുരേഷ് ജോൺ, കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളൊരു വിക്ടർ എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടി എലിപ്പനിയാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധമായി ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. ആ സഹോദരൻ 6 മാസമായിട്ട് എലിപ്പനിയിൽ ഭാരപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ സീരിയസ് പേഷ്യന്റിനെയാണ് അവര് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ട് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. വ്യാഴാഴ്ച നമ്മളോട് പ്രാർത്ഥിച്ചു. ഇന്നലത്തെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പുള്ളി കണ്ണു തുറന്നു, ചായ കുടിച്ചു, രക്ഷയുടെ അനുഭവം. ഇന്നിപ്പോ ഈ നേരം വരെ പുള്ളി വളരെ നോർമലായിട്ട് പറഞ്ഞു. ഇത്രയും പേര് പ്രാർത്ഥിച്ചപ്പോഴാണ് വ്യത്യാസം കണ്ടതാണ്. ഈ അത്ഭുതം വിളിച്ചു പറയാൻ വേണ്ടി വിളിച്ചത്. താങ്ക് യു ബ്രദർ സുരേഷ് ജോൺ. ട്രിവാൻഡ്രത്തു നിന്ന് അദ്ദേഹം വിളിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചത് 6 മാസമായിട്ട് എലിപ്പനിയാൽ വിഷമിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യന് അദ്ദേഹത്തെ നിർബന്ധമായിട്ട് ആശുപത്രിയിൽ നിന്ന് തള്ളിയത് ഞാൻ ഓർക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചില പ്രിയപ്പെട്ടവർ നിരന്തരം ഫോണിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യൻ തള്ളിയാൽ അതിൻ്റെ അർത്ഥം യേശു ഒരുവളെ തള്ളുന്നു എന്നല്ല. വൈദ്യശാസ്ത്രം കൈമലർത്തുന്നു എന്നതിന്റെ അർത്ഥം യേശു കൈമലർത്തുന്നു എന്നല്ല. ഈ പകൽ വൈദ്യശാസ്ത്രം താങ്കളുടെ ഏതെങ്കിലും ഒരു അവയവത്തെ കുറിച്ചോ എന്തൊക്കെ പറഞ്ഞെന്നിരിക്കട്ടെ, അവിടുന്ന് കരം പിടിച്ചുയർത്തി വിടുവിച്ച് ദൈവത്തിന്റെ നന്മ കൊണ്ട് താങ്കളെ നിറയ്ക്കുവാൻ, ദീർഘായുസ് തന്ന് താങ്കളെ നിറയ്ക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. യേശുവിൽ വിശ്വസിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ ഏതെങ്കിലും ഒരു കാരണം നിമിത്തം അല്ലെങ്കിൽ ഒന്നിലധികം കാരണങ്ങൾ നിമിത്തം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ കരം അത്ഭുതകരമായി ഇറങ്ങി ഈ പകൽ താങ്കൾക്ക് വേണ്ടി അത്ഭുത പ്രവൃത്തി കർത്താവ് ചെയ്യുന്നു. 2 കരങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് കർത്താവെ, വൈദ്യശാസ്ത്രം കൈവിടപ്പെട്ട ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വൈദ്യശാസ്ത്രം കൈവിട്ടാൽ, ഡോക്ടേഴ്സ് കൈവിട്ടാൽ, മനുഷ്യൻ കൈവിട്ടാൽ, മനുഷ്യൻ മരണത്തിനു വേണ്ടി പോയി മരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ വഴിയാത്രയിലെ മരണത്തിന് പകരം ജീവൻ നൽകുന്ന യേശുവിന്റെ നാമത്തിൽ ആ ജീവിതങ്ങളുടെ മേല് സമ്പൂർണ്ണ സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഡെന്നിസ് തിരുവല്ലെന്ന് വിളിച്ചിരിക്കുന്നു. അനുമോൾക്ക് മെഡിക്കൽ എൻട്രൻസ് പാസ്സാകണം. നിതിൻ എഞ്ചിനീയർ ആണ്, ജോലി ലഭിക്കണം. കർത്താവെ, ആ റിസൾട്ട് വേണ്ടി മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എൻട്രൻസിന് കർത്താവെ നല്ലൊരു വീഴ്ച നീ കൊടുത്താട്ട് പ്രതിയാൽ കർത്താവെ ആ നിതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട് 2 പേരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഫീസ് അടയ്ക്കുവാൻ പ്രയാസം. 2 മക്കൾക്ക് +1 അഡ്മിഷൻ വേണം. കൊച്ചിയിൽ നിന്ന് ദാനിയേൽ എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവേ. അതിനായിട്ടൊരു സാമ്പത്തിക വഴികൾ ഒരുക്കപ്പെടട്ടെ. അവരുടെ പഠനം അനുഗ്രഹിക്കപ്പെടട്ടെ. അഡ്മിഷൻ കിട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറിയാമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് കർത്താവേ, മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, കർത്താവേ, അവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ കർത്താവ് ചെയ്യുന്ന വിടുതലുകൾ, അനേക ജീവിതങ്ങളുടെ വിടുതലുകൾ നമുക്ക് കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കുന്ന പ്രേം കേരളയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി നൽകുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ധാരാളം വരുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ വിടുതലുകളിലൂടെ വിളിച്ചു പറയാൻ സാധിക്കുന്നില്ല. മിസ്റ്റർ സ്റ്റീഫൻ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, നോക്കിക്കേ, പ്രാർത്ഥിച്ചപ്പോൾ സാമ്പത്തികമായ നാളുകളായിട്ടുണ്ടായിരുന്ന ക്ലേശങ്ങളിൽ നിന്ന് യേശു അത്ഭുതകരമായ വിടുതൽ നൽകി. യേശു എത്ര നല്ലവന്. കേമലത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കൊടുക്കാനിരുന്ന പാസ്പോർട്ട് അറബി തിരികെ കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞതാ. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗദിയിൽ ജോലി കിട്ടി. പ്രാർത്ഥന കേരളത്തിലെ എല്ലാവർക്കും നന്ദി എന്ന് സൂസൻ മാവേലിക്കരെ അറിയിച്ചിട്ടുണ്ട്. ജോലിയുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ല റിസൾട്ട് കിട്ടി. ഇത് അയർലൻഡിൽ നിന്ന് ബൈജു ഇപ്പോൾ ടെലഫോണിൽ വന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞതാ. പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ കാലുവേദന മാറി. റമീള കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. ഈ യേശു എത്ര നല്ലവനാ. ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് താങ്കളുടെ പ്രാർത്ഥന വിവരങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ നമ്പറുകൾ പ്രാർത്ഥന വിവരങ്ങൾ അറിയിക്കേണ്ടതിന് മാത്രമായി കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ചങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്രദറിന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടണം. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകനെ പഠിക്കുവാൻ സാധിക്കണം. സിസ്റ്ററിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവേ. ഹല്ലേലൂയ. ബ്രദറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവേ അങ്ങൊന്ന് ചെയ്തു കൊടുത്താട്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ പഠനത്തിൽ ഒരു ഉയർച്ച നീ കൊടുത്താട്ട്. അവന്റെ ഭാവി ഞങ്ങൾ സിസ്റ്ററിനെയും കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പച്ച യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശിഷ്യ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഇന്നത്തെ പത്രത്തിലെ മനോരമയിലെ 3-ാമത്തെ പേജിൽ വന്നിരിക്കുന്ന വാർത്തകൾ പ്രധാനപ്പെട്ടത് ഇടുക്കി മെഡിക്കൽ കോളേജിന് ഇന്നലെയോ മറ്റോ ശിലാസ്ഥാപനം, മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനത്തിനായി ചെറുതോണിയിലെത്തിയ മുഖ്യമന്ത്രി ശേഷം കൂടെയുള്ള എല്ലാവരുടെയും പടം സഹിതം ആ വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ഓരോ ജില്ലകളും അനുഗ്രഹിക്കപ്പെടണം. ജനജീവിതം വലിയ നിലവാരത്തിലേക്ക് ഉയർന്നു വരണം. ധാർമ്മികമായും ആത്മികമായും കേരളം സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമായി മാറണം. മറ്റ് സംസ്ഥാനങ്ങളുടെ നടുവിൽ കേരളം എല്ലാ നിലയിലും ഉയർന്നു വരണം. കേരളീയർ ലോകത്തിന്റെ ഏതു രാജ്യത്താണെങ്കിലും അവർ എല്ലാ നിലയിലും ഉയർന്നു വരണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ കേരളത്തെ അനുഗ്രഹിക്കുന്നു. ഭരണ സംവിധാനത്തെ അനുഗ്രഹിക്കുന്നു. ജനജീവിതം സ്വൈര്യമുള്ളതാകട്ടെ, സുരക്ഷിതത്വമുള്ളതാകട്ടെ. എല്ലാ നിലയിലും ഉയർച്ച ഈ സംസ്ഥാനത്തിൽ ഉണ്ടാകട്ടെ. ആത്മീയമായും ഭൗതികമായും ആധ്യാത്മികമായ എല്ലാ നിലയിലും ഈ സംസ്ഥാനത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാകട്ടെ. സാമ്പത്തിക വികസനങ്ങൾ കേരളത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. താത്തൂന്റെ അനിയത്തിയുടെ മകന് ഇന്ന് വൈകിട്ട് 7:15 ഒരു ഓപ്പറേഷൻ ഉണ്ട്. പായിപ്പാട് നിന്നും സുമ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയ സഹോദരന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ അവനെ തൊട്ട് സുഖപ്പെടുത്തിയാട്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കോഴിക്കോട് നിന്ന് ലില്ലി എന്നൊരു സഹോദരി വിളിച്ചു. 4 വർഷം മാനസികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകം മാനസികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു.
മാനസികമായ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു, ഇന്ന് അങ്ങനെ ഒരു ഭാരത്തിലൂടെ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സമയം കരങ്ങളോട് ഉയർത്തിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പ്രയാസത്തിലൂടെ കടന്നു പോകാൻ യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് തരുന്ന സന്തോഷവും സമാധാനവും ഓരോ ദിവസവും നമ്മൾ നിറഞ്ഞു വരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മാനസികമായ അസ്വസ്ഥതയിലൂടെ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇന്ന് പ്രഭാതങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സമാധാനവും സന്തോഷവും അവരുടെ മേൽ നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവർ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിന്മേൽ കർത്താവെ നിന്റെ വിടുതൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങ് കൊടുക്കുന്ന വലിയ വിടുതലായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. സണ്ണി കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ഷെറിന ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്നായി ടെസ്റ്റ് പാസ്സാകുവാൻ ഇടയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വൃക്ക സംബന്ധമായ ചികിത്സയിലാണ്. കർത്താവെ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ വൃക്ക കർത്താവെ ഹല്ലേലൂയ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അതിന്റെ സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, അത് നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചിങ്ങവനത്തൊന്ന് വിളിച്ചിരിക്കുന്നു. മകൻ കുരുടൊക്കെ ഇംഗ്ലണ്ടിൽ നല്ല ജോലി ലഭിക്കണം. കർത്താവെ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അവന് നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട് അവന്റെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മേൽക്ക് മേൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കനകവല്ലി എന്നൊരു സഹോദരി കണ്ണൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. ജൂൺ 22-ന് കേസിന്റെ വിധിയുണ്ട്. അതിനുമുമ്പ് അതിനെ സെറ്റിൽ ചെയ്യാണ്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് അപേക്ഷിച്ചിരിക്കുന്നുണ്ട്. സ്വർഗീയ പിതാവെ, ഞങ്ങൾ ഒന്നിച്ച് കണ്ണൂരിലെ കനകവല്ലി കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ കേസിന്റെ വിഷയത്തിന്മേലും കർത്താവ് നിന്റെ കരം നീട്ടണം. ദൈവമേ, നീതിയായ ഒരു വിധി അവിടെ വെളിപ്പെടണം. കർത്താവ് കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മേഖലയും വിടുതലുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. മലപ്പുറത്തുനിന്ന് എൽസി വിളിച്ചിരിക്കുന്ന നമ്മൾക്ക് 28-ാം തീയതിയിൽ ഒരു കോഴ്സ് ഇന്റർവ്യൂ ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് അവർക്ക് തിരികെ വരണം. ഹസ്ബൻഡ് ചേട്ടന് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നു. ദൈവിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഈ മലപ്പുറത്തുള്ള എൽസിയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഈ നല്ല ഇന്റർവ്യൂവിൽ കർത്താവ് നിന്റെ കരം കൂടി ഉന്നത വിജയം കൊടുക്കണം. ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലേക്ക് കടന്നു വരാനുള്ള എല്ലാ വഴികളും തുറന്നാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവല്ലയിൽ നിന്നും ഡെന്നിസ് എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. മകളുടെ കാലിൽ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു മുറിവുണ്ട്, അത് സൗഖ്യമാകണം. അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മുറിവ് കരിയട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഇപ്പോൾ ഇറങ്ങട്ടെ കർത്താവെ. ആമേൻ. മെഡിക്കൽ അഡ്മിഷൻ കിട്ടുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രുക്മിണി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ ബിന്ദുവിന് വയറ്റിൽ പ്രയാസം. കർത്താവെ, ആ മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മകളുടെ മേലൊന്ന് വെച്ചാട്ട് വയറ്റിൽ എന്ത് തന്നെ പ്രശ്നങ്ങളായിരുന്നാലും കർത്താവെ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ. ഒരു പൂർണ്ണാരോഗ്യം നിന്റെ മകൾക്ക് കൊടുത്താട്ട് കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. 6 ലക്ഷം രൂപ കടമുണ്ട്. മകൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. ഭർത്താവ് ഗൾഫിലായിരിക്കുന്നു. കാട്ടാക്കടയിൽ നിന്ന് ബിന്ദു എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു പ്രാർത്ഥനയ്ക്കായി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സാമ്പത്തികമായ വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവെ. മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുക. സുഖകരമായ ഒരു പ്രസവം അവിടുന്ന് കൊടുക്കും. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ അവിടുന്ന് കൊടുക്കും. ഭർത്താവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നന്മകളാൽ നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിളിച്ചിരിക്കുന്നു. മകൻ മസ്കറ്റിലേക്ക് ഇന്ന് കടന്നു പോകുന്നു. കർത്താവെ, ആ മസ്കറ്റിലേക്ക് കടന്നു പോകുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലെല്ലാം കർത്താവെ ദൈവിക സാന്നിധ്യം നിന്റെ മകന്റെ കൂടെ ഉണ്ടായിരിക്കണം. കർത്താവെ, അവിടെ സന്തോഷത്തോടെ മസ്കറ്റിൽ എത്തിച്ചേരുവാനും കർത്താവെ അങ്ങ് ഇടയാക്കിയാട്ട് പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. മകന്റെ നല്ല വിവാഹം നടക്കണം. തിരുവനന്തപുരത്ത് നിന്ന് വസന്ത എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം അവന് ലഭിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ തന്നെ ആമേൻ. പിന്നെ കോട്ടയത്ത് പയ്യപ്പാടി സാറാം എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മൂത്ത മോൻ തങ്കച്ചന്റെ കുടുംബ സമാധാനമില്ലാതിരിക്കുന്നു. ഇളയമാൻ റജി 2 വർഷമായിട്ട് മക്കളില്ല. മക്കളെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കേണ്ട ആ മാതാവ് പറഞ്ഞിരിക്കുന്നത് മക്കളുടെയും കുടുംബത്തിൽ പലതരമായ പ്രശ്നങ്ങളിലൂടെ മാതാവ് കടന്നു വന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ കുടുംബത്തിൽ നടക്കുന്ന അനേകം പ്രയാസങ്ങൾ മാതാപിതാക്കളെ വേദനപ്പെടുത്തുമ്പോൾ പ്രയാസപ്പെടുത്തുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ജോലി വേണ്ടെടുത്ത് ജോലി ഉണ്ടാകട്ടെ, ഭവനം വേണ്ടിയെടുത്ത് ഭവനം ഉണ്ടാകട്ടെ, സമാധാനം വേണ്ടിയെടുത്ത് സമാധാനം വേണ്ടേ. കർത്താവ്, ഞങ്ങൾ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നിറവും കൃപയും ഓരോ കുടുംബങ്ങളിൽ മേൽ വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. മകന്റെ മകന് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ആ ഇന്റർവ്യൂ നന്നായി പാസ്സാക്കുവാൻ ഇടയാകട്ടെ. ദൈവകൃപ കൊണ്ട് മറിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. മകൾക്ക് നടുവേദന, ഭർത്താവിന് മസ്കറ്റ് ഒരു നല്ല ജോലി വേണം, സ്വന്തമായിട്ടൊരു ഭവനം വേണം. തിരുവനന്തപുരത്ത് നിന്ന് ബിന്ദുജ എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. മകളുടെ നടുവേദന മാറട്ടെ, ഭർത്താവിന് നല്ലൊരു ജോലി അവിടുന്ന് ഒരുക്കും, സ്വന്തമായിട്ടൊരു ഭവനം അവിടുന്ന് കൊടുക്കുവാൻ തക്കവണ്ണം വഴികളെ ഈ ദിവസങ്ങൾ അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് വിദ്യ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരി സതികുമാരിക്ക് കടുത്ത തലവേദനയാൽ ഭാരപ്പെടുന്നു, BP കൂടുതലാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ സതികുമാരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കഠിനമായ വേദന മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാട്ടാക്കടയിൽ നിന്നും ലത എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഒരു നല്ല ജോലി ലഭിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ലതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി അവർക്ക് ലഭിക്കട്ടെ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്നിച്ച് ഈ ഓർഡറിലിരിക്കുന്ന സകല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക ജീവിതങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പല ഭാഗത്തു നിന്നും, കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും അനേകം പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്നു. ഇവിടെ എറണാകുളത്തു നിന്നുള്ള വിഷയമുണ്ട്, നോർത്ത് പറവൂര്, റാന്നിന്ന്, ട്രിവാൻഡ്രത്തുനിന്ന്, വയനാടിന്ന്, കൊട്ടാരക്കരയിൽ നിന്ന് ഉള്ള വിഷയങ്ങള്, തൃശ്ശൂര്, മൈസൂർ, കോഴിക്കോട്, കണ്ണൂർ, പല ജില്ലയിൽ നിന്ന് പല വിധമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ. നമുക്ക് ഒന്നിച്ച് കഴിയുമെങ്കിൽ, നിങ്ങൾ കാണുമെങ്കിൽ ഈ ഓർഡറിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊണ്ട് ആ കരങ്ങൾ നീട്ടിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ജീവിതങ്ങൾ സമാധാനം അനുഭവിക്കണം, ജീവിതങ്ങൾ വിടുതൽ അനുഭവിക്കണം, യേശുവിന്റെ കരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ യേശു ആ ജീവിതങ്ങളെ വിടുവിക്കാൻ മതിയായവനാ. നമുക്ക് യേശുവിന്റെ കരം രോഗികളെ തൊടട്ടെ, വിടുവിക്കുന്ന യേശുവിന്റെ കരം ജീവിതങ്ങളെ വിടുവിക്കട്ടെ, സമാധാനം കൊടുക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബങ്ങളിൽ മേൽ സമാധാനം കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം ചിന്ന ഭിന്നമായി പോകുവാനല്ല, അവർ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കേണ്ടതിനെ നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ഒന്നിച്ച് ഇതിലൂടെ നീട്ടിയാട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് ഞങ്ങളുടെ മുൻപിലാകെ ഇരിക്കുമ്പോൾ ഇത് അനേകം കുടുംബങ്ങളെയാണല്ലോ കാണിക്കുന്നത്, അനേകം ജീവിതങ്ങളെയാണല്ലോ കാണിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നിന്റെ സഹായം അവിടെ എത്തണമേ, നീ അവരെ കണ്ണുനീർ തുടയ്ക്കണമേ, അവർക്ക് ആശ്വാസം പകരണമേ, അവർക്ക് സമാധാനം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കർത്താവേ, നീ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ അനുഗ്രഹിക്കട്ടെ, അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം അവരുടെ മേൽ വെളിപ്പെടട്ടെ, കർത്താവിന്റെ കർത്താവേ അവരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്താട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. നാൻസി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 31 വയസ്സുള്ള മകന്റെ വിവാഹം നടക്കണം, മക്കൾക്ക് ജോലി ലഭിക്കണം, വീട് പണി നടക്കണം. കർത്താവേ, ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവേ, അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കർത്താവേ അങ്ങ് ക്രമീകരിച്ചു കൊടുത്താട്ട് ആ ജോലിയില്ലാത്ത മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ജോലി കൊടുത്ത് അവരെ അങ്ങ് മാനിച്ചാട്ട് ആ ഭവനം പണി കർത്താവേ, ഹല്ലേലൂയ, എത്രയും വേഗം തന്നെ കർത്താവേ അതിനുള്ള ക്രമീകരണങ്ങൾക്ക് ചെയ്തു കൊടുത്താട്ട് കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത്
കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മയ്ക്ക് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം വേണം. നെയ്യാറ്റിൻകരയിൽ നിന്ന് സുനിത എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ ആ മാതാവിന്റെ മേൽ ഇറങ്ങട്ടെ. ആ ക്യാൻസർ ഇപ്പോൾ തന്നെ കർത്താവേ സൗഖ്യമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിളിച്ചിരിക്കുന്നു. മകളുടെ ഭർത്താവ് രാത്രി ഒരു രൂപം കണ്ട് ഭയപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. അതേ തുടർന്ന് അസുഖങ്ങളാണ്. കർത്താവേ, ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകന്റെ ഭയം യേശുവിന്റെ നാമത്തിൽ നിന്ന് മാറട്ടെ. സകല അസുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് വിട്ടുപോട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ലയിൽ നിന്ന് സുനിത വിളിച്ചിരിക്കുന്നത് മകൻ വിഷ്ണുവിന് കേരള ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് മൻ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അവൻ ആ ക്രിക്കറ്റിന് വേണ്ടി ഇന്റർവ്യൂവിന് അതിന് വേണ്ടി പോകുമ്പോൾ അവനവിടെ സെലക്ഷൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ ഞങ്ങൾ കൊടുത്ത കഴിവുകൾ കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിന് അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്കും നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ അവന്റെ മേൽ കൃപ പകർന്നു കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. 5.5 വർഷമായി അതിരുതർക്കം. 4-ാം തീയതി കോടതിയിൽ കേസ് നടക്കുന്നു. കാട്ടാക്കടയിൽ നിന്നും ലീല എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഇപ്പോൾ തന്നെ ആ വിഷയത്തിന്റെ മേൽ നിന്റെ കരം നീട്ടും. മഹത്വം അവിടുന്ന് ഏറ്റെടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. മകൾ ന്യൂസിലാൻഡിൽ നേഴ്സാണ്. ബാംഗ്ലൂർ പഠിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേപ്പർ കിട്ടണം. കർത്താവേ, ഞങ്ങൾ ആ വിഷയം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കിട്ടേണ്ട പേപ്പർ എത്രയും വേഗം തന്നെ കർത്താവേ ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്യൂ ചെയ്യട്ടെ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 5 മാസം പ്രായമുള്ള കുട്ടി കൈ അനങ്ങുന്നില്ല. അമരവിളയിൽ നിന്നും ജയ എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവന്റെ മേൽ സൗഖ്യം ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ദൈവീയ സൗഖ്യം വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാട്ടാക്കടന്ന് അനു വിളിച്ചിരിക്കുന്നത് കൊല്ലത്തെ പൈലറ്റിന്റെ എക്സാം കഴിഞ്ഞു. അതിന് നല്ല റിസൾട്ട് ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പലതരമായ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. നല്ല റിസൾട്ട് ഉണ്ടാകേണ്ടതിനായി കർത്താവെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന് കഴിഞ്ഞ ആ ഇന്റർവ്യൂവിൽ കർത്താവെ ഹാലിൽ നല്ലൊരു റിസൾട്ട് അവന് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. മണ്ഡപത്തും കവിന്ന് ദേവി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നത് അവരുടെ പശു അത് സുഖമില്ലാതെ കടന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായി അത് എഴുന്നേറ്റ് ആരോഗ്യം അതിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സഹോദരിയുടെ ഇടത് കൈക്ക് വേദന, തലയുടെ ഇടതുഭാഗത്ത് വേദന, മൂത്തമ്മളുടെ കടബാധ്യത മാറണം, രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കൃപ എല്ലാ മേഖലയിലും ഉണ്ടാകേണ്ടതിനായി. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ സഹോദരി കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹം വിവാഹം നടക്കട്ടെ. കർത്താവെ, കടബാധ്യത അത് മാറട്ടെ. ദൈവത്തിന്റെ കൃപയും പരിപാലനം ആ കുടുംബത്തിന്മേൽ എല്ലാ മേഖലയിലും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഷീല തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. 31 വയസ്സായി. വിവാഹം നടക്കണം. എയർപോർട്ടിൽ ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കടബാധ്യതകൾ പൂർണ്ണമായി വീടുവാനുള്ള വഴി തുറന്നു വരട്ടെ. തന്റെ മകൾക്ക് തക്ക തുണയെ തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ജോലി ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവരെ മറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ബ്ലഡ് കൗണ്ട് കുറയുന്നു. ബാലരാമപുരത്തു നിന്നും സില്ല എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ കുട്ടിക്ക് വേണ്ടി, ആ പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ ആ ബ്ലഡ് കൗണ്ട് നോർമലായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശൈലജ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മദ്യപാനി. ലോൺ പുതുക്കി കിട്ടണം. വീട് പണി നടക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ മകന്റെ മദ്യപാനത്തിന്റെ ആസക്തി ശരീരാത്മതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ. കർത്താവെ, നല്ല മകനായി ജീവിച്ച് കുടുംബത്തിന്റെ കാര്യങ്ങളെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്തെടുക്കുവാൻ അവനെ ഇടയാക്കണമെന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാ പണികളും പൂർത്തീകരിക്കാൻ ദൈവ വഴി തുറന്നു കൊടുത്താണ്. യേശുവിൻ നാമത്തിൽ. ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മാൻഡോ എന്നൊരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആ ടെസ്റ്റ് പാസ്സാകാൻ തക്കവണ്ണം അവനെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഉഷ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ഓർമ്മക്കുറവും കാലിന് തരിപ്പും മാറി. പ്രേം കേരളയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും മറുപടികൾ കർത്താവ് നൽകി തന്നുകൊണ്ടിരിക്കുന്നു.
യേശു എത്ര നല്ലവൻ. 1 മാസമായി ഇൻക്യുബേറ്ററിലായിരുന്ന കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ സൗഖ്യമായിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ നെഞ്ചുവേദന കുറഞ്ഞു. നെൽസൺ ബാലരാമപുരത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ന് ഹാർവസ്റ്റ് ടെലിവിഷന്റെ പല സ്ഥലത്തും ഹാർവസ്റ്റ് ടെലിവിഷൻ ലഭിക്കുന്നില്ല. കോട്ടയത്ത് പ്രത്യേകിച്ച് ലഭിക്കുന്നില്ല. ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നേരിടുന്ന ക്ലേശത്തിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന കേരളം ഹാർവസ്റ്റ് ടെലിവിഷൻ എല്ലായിടത്തും ലഭ്യമാകുവാൻ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർവസ്റ്റ് ടെലിവിഷനെ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് എല്ലായിടത്തും ലഭിക്കുന്ന ഒരു ചാനലായി മാറട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. മറക്കരുത്, നാളെ ഉച്ചയ്ക്ക് 3 മുതൽ 5 മണി വരെയുള്ള സമയം അക്കാഡമിയ എന്ന പ്രോഗ്രാം നമ്മൾ ഒന്നിച്ച് നടത്തുന്നതായിരിക്കും. അധ്യാപന രംഗത്തുള്ള ശ്രേഷ്ഠരായ ആളുകൾ രംഗത്ത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 100 കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അഥവാ സ്ക്രീനിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവനാമത്തിൽ ഞങ്ങളോട് അതിന് സഹകരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം താങ്കൾ വിളിച്ചു പറയുന്ന വിഷയത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല. 24 സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ താങ്കൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാവുന്നതാണ്. ദൈവത്തിന്റെ മക്കൾ, ഞാൻ ഉറപ്പായി പറയട്ടെ, ദൈവമക്കൾ പ്രാർത്ഥിക്കും. പ്രിയ വേണ്ടത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി മക്കളില്ല. 5 പ്രാവശ്യം അബോർഷനായി. ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ല. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിവരം വന്നപ്പോൾ തലമുറയില്ലാത്ത മക്കളില്ലാത്ത വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർ യേശുവിൽ വിശ്വസിച്ച് സൃഷ്ടിതാവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അഭയം തേടും. യേശു അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ സിസ്റ്റർ പ്രിയയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ടാകട്ടെ. 5 പ്രാവശ്യം അബോർഷനായി ജനിക്കുന്ന തലമുറകൾ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകട്ടെ. അതുപോലെ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് തലമുറ ഇല്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് ഏതൊരു രാജ്യത്തവരായിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. തലമുറ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. കാണുന്നതുവരെയും യേശുവിന്റെ കൃപയിൽ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം പരിപാലിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് താങ്കൾക്ക് അനുഗ്രഹത്തിന്റെയും വിജയത്തിന്റെയും വിടുതലിന്റെയും ഉയർച്ചയുടെയും ഒരു ദിവസമാണ്. പിതാവ് എല്ലാ ഭവനങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം, ദൈവിക നിറവ് എല്ലായിടത്തും എല്ലായ്പ്പോഴും അവർ അനുഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ